നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം നമുക്കറിയാവുന്ന ഒന്നാണല്ലേ. പ്രതിരോധ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കൈകോർക്കലുകൾ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോഴിതാ ഇന്ത്യയും റഷ്യയും പ്രതിരോധ നിർമ്മാണ പങ്കാളിത്തം വികസിപ്പിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. AK-19 കാർബൈൻ, PPK-20 സബ് മെഷീൻ ഗൺ എന്നിവയുടെ സംയുക്ത ഉൽപാദനത്തിനുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ ഇന്ത്യയും റഷ്യയും തങ്ങളുടെ പ്രതിരോധ നിർമ്മാണ പങ്കാളിത്തം ഗണ്യമായി വികസിപ്പിക്കുകയാണ്. ഇത് വിജയകരമായ AK-203 അസോൾട്ട് റൈഫിൾ സഹകരണത്തിനപ്പുറം ഗണ്യമായ പരിണാമം അടയാളപ്പെടുത്തുന്നു. ഈ വികസനം ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ IRRPLന്റെ പങ്കാളിത്തത്തിന്റെ തന്ത്രപരമായ ആഴം കൂട്ടുന്നതിനെ എടുത്തു കാണിക്കുന്നു. ആഭ്യന്തര ഉപഭോഗത്തിനും അന്താരാഷ്ട്ര കയറ്റുമതിക്കുമായി ചെറുകിട ആയുധ നിർമ്മാണത്തിനുള്ള ഒരു സുപ്രധാന കേന്ദ്രമായി ഇന്ത്യയെ ഈ ചങ്ങാത്തം മാറ്റുമെന്നതിൽ സംശയമില്ല. AK-19, PPK-20 സബ് മെഷീൻ ഗണ്ണുകളുടെ പൂർണ്ണമായ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനായി റഷ്യയുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഉത്തർപ്രദേശിലെ അമേഠിയിലുള്ള കോർവ പ്ലാന്റിൽ AK-203 ഉൽപാദനത്തിൽ IRRPL നേടിയ ശ്രദ്ധേയമായ പുരോഗതിയിലാണ് ഈ വിപുലീകരണം നടക്കാൻ പോകുന്നത്. ഇനി ഈ IRRPL എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ അമേഠി ജില്ലയിലെ കോർവയിലുള്ള ഒരു അസോൾട്ട് റൈഫിൾ നിർമ്മാണ കേന്ദ്രമാണ്. ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. കലാഷ്നിക്കോവ് റൈഫിൾസ് കുടുംബത്തിൽ നിന്നുള്ള AK-203 അസോൾട്ട് റൈഫിൾ IRRPL നിർമ്മിക്കും. 2025 ജൂലൈ വരെ കമ്പനി 55,000 യൂണിറ്റ് AK-203 റൈഫിളുകളാണ് വിതരണം ചെയ്തത്. 2025 ഓഗസ്റ്റ് 15ഓടെ 7,000 യൂണിറ്റുകൾ കൂടി വിതരണം ചെയ്യാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. പ്രാരംഭ ഉൽപാദന വെല്ലുവിളികളിൽ നിന്നുള്ള ഗണ്യമായ വളർച്ചയിലേക്കാണ് ഈ നേട്ടം വിരൽ ചൂണ്ടുന്നത്. 2030 അവസാനത്തോടെ IRRPL AK-203 റൈഫിളുകളുടെ മുഴുവൻ കരാറും പൂർത്തിയാക്കുമെന്ന് മേജർ ജനറൽ ശർമ്മ പറഞ്ഞു. ഉൽപാദനശേഷി പ്രതിദിനം 600 റൈഫിളുകളായി ഇരട്ടിയാക്കും. അതായത് ഓരോ 100 സെക്കൻഡിലും ഒരു റൈഫിൾ എന്ന നിലയിലേക്ക് പ്രൊഡക്ഷൻ ഉയർത്തും. പൂർണ്ണ തദ്ദേശീയവൽക്കരണം കൈവരിക്കുമ്പോൾ പ്രതിവർഷം 1.5 ലക്ഷം യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ ഫെസിലിറ്റിക്ക് കഴിയും. AK-19 കാർബൈൻ സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ 5.56x45 mm നാറ്റോ വെടിയുണ്ടകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നതുമാണ് AK-19. കയറ്റുമതി വിപണിക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും 5.56x45 mm നാറ്റോ വെടിയുണ്ടകൾക്കായി ചേംബർ ചെയ്തിരിക്കുന്നതുമാണ് ഇവ. ഈ റൈഫിൾ AK പ്ലാറ്റ്ഫോമിന്റെ തെളിയിക്കപ്പെട്ട വിശ്വാസ്യതയും സമകാലിക യുദ്ധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ആധുനിക എർഗണോമിക്സും സംയോജിപ്പിച്ചിരിക്കുന്നു. AK-19 പ്രധാന സവിശേഷതകളിൽ 3.35 കിലോഗ്രാം ഭാരം, 415 mm ബാരൽ നീളം, മൊത്തത്തിലുള്ള നീളം 935 mm എന്നിവയാണ്. ആയുധ സംവിധാനത്തിൽ മുകളിൽ കവറിലുടനീളം ഒരു മുഴുനീള പിക്കാറ്റിനി റെയിൽ ഉൾപ്പെടുന്നു. ഇത് വിവിധ ഒപ്റ്റിക്കൽ കാഴ്ച ഉപകരണങ്ങളും മറ്റ് ആക്സസറികളും ഘടിപ്പിക്കാൻ അനുവദിക്കുന്നു. 30 റൗണ്ട് ബോക്സ് മാഗസീൻ ഉപയോഗിക്കുന്ന ഈ റൈഫിളിൽ മുൻകാല AK വകഭേദങ്ങളെ അപേക്ഷിച്ച് പുനർരൂപകൽപ്പന ചെയ്ത പോളിമർ സ്റ്റോക്കും പിസ്റ്റൽ ഗ്രിപ്പുമുള്ള മെച്ചപ്പെട്ട എർഗണോമിക്സ് ഉണ്ട്. PPK-20 സബ്മെഷീൻ ഗണ്ണിന്റെ സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ, റഷ്യൻ സൈനിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി പ്രത്യേകം വികസിപ്പിച്ചെടുത്ത PP-90ന്റെ ഒരു പിൻ തലമുറക്കാരനാണ് PPK-20. തുടക്കത്തിൽ സൈനിക ആവശ്യങ്ങൾക്കായി വിറ്റാസ് MO ആയി രൂപകൽപ്പന ചെയ്ത ഇത് പിന്നീട് PPK-20 എന്ന പേരിലേക്ക് മാറ്റി നാമകരണം ചെയ്യുകയായിരുന്നു. കൂടാതെ റഷ്യൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റുകൾക്ക് ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു.